ആളെ കണ്ടല്ലോ അല്ലേ? തെറ്റിദ്ധരിക്കണ്ട, ഉഴുന്നുവടയല്ല, സൂചിവട. അതെ, നമുക്കിതുണ്ടാക്കിയാലോ? ഒരു ചീനച്ചട്ടി വെച്ച് അല്പം എണ്ണ ഒഴിച്ച് അതിലേക്ക് നല്ല ജീരകം അതിട്ട് കൊടുക്കുക. അത് പൊട്ടിക്കഴിയുമ്പോൾ റവ ചേർക്കുക. റവ ചേർത്ത് നല്ലതുപോലെ വറുത്തെടുക്കണം. വറുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിറമൊന്നും മാറണ്ട, ജസ്റ്റ് വറുത്താൽ മാത്രം മതി. ഇനി ഏത് പാത്രത്തിലാണോ റവ എടുത്തത് അതിൻ്റെ 2 ഇരട്ടി വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കുക. കട്ട കെട്ടാനേ പാടില്ല. കണ്ടോ, ഇതുപോലെ. ഇനി അതിന് ശേഷം അതിലേക്ക് 1.5 സ്പൂൺ കോൺഫ്ലവർ പൊടി ആഡ് ചെയ്യുക. അത് കോൺഫ്ലവർ പൊടി അതുമായിട്ട് നല്ലതുപോലെ മിക്സ് ആക്കുക. ചൂടാറിയ ശേഷം മാത്രം ഇനി അടുത്ത പരിപാടി. ഇതിലേക്ക് നമ്മൾ സ്വല്പം കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞ പച്ചമുളകും ചേർക്കുന്നുണ്ട്. ചൂടാറിയ ശേഷം നമ്മളിതുപോലെ കുഴച്ചെടുക്കുക. ചെറിയ ചെറിയ ഉരുളകളാക്കി ഈ ചെറിയ വിരൽ കൊണ്ട് ഇങ്ങനെ അകത്തും പുറകിലും ഇങ്ങനെ ഉഴുന്നുവട പോലെ ഇങ്ങനെ ഒരു കുഴി പോലെ ഉണ്ടാക്കുക. ഇത് കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയല്ലേ? ഇത് നോക്കിയേ, ഇതെല്ലാം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറേശ്ശെ എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കുക. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് കുട്ടികൾക്ക് കൊടുത്തുവിട്ടാൽ ഒരുപാട് ഇഷ്ടപ്പെടും. പുറത്തുനിന്ന് വാങ്ങുന്ന സ്നാക്സിനേക്കാളും നല്ലതാണ്, ക്രിസ്പിയാണ്. ഏതായാലും ചായയും കൂടെ ഞാൻ തിളക്കാൻ വെച്ചു. റെഡിയായി. ഇത് ഉള്ളു വെന്തതായിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും, പക്ഷെ പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും. കണ്ടോ, ഇതിൻ്റെ ഷേപ്പ് ഇത്രയേ ഉള്ളൂ. കുട്ടികൾക്കെല്ലാം ഇഷ്ടമാകും. സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ല സാധനമാണ്. ഇതുപോലെ ഉണ്ടാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചാൽ നമുക്കിത് പിന്നീടെടുത്ത് ആവശ്യാനുസരണം വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ. നോക്കിയേ, എന്ത് നല്ല ഇതാണ്, നല്ല രുചിയുമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.